നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാക്ഷരതാ മിഷന്റെ +2 തുല്യത 2025 ജൂലൈയിൽ നടന്ന പൊതുപരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനലിൽ മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകളും ചോദ്യപേപ്പർ വിശകലനവും ലഭ്യമാണ്. ആ ക്ലാസ്സുകളും കൂടി കാണുക. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. വരും ദിവസങ്ങളിൽ അക്ഷരകൈരളിയിലെ മാതൃകാ ചോദ്യപേപ്പറും വിശകലനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. റീഡ് ദ ഫോളോവിംഗ് ലൈൻസ് ഓഫ് ദ പോയം റിമെമ്പർ മീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Questions 1 to 8 attempt all questions. Each questions carries 1 score. റിമെമ്പർ മീ എന്ന കവിതയിലെ വരികൾ വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 1 സ്കോർ വീതമാണ്. കവിതയിലെ വരികൾ ഒന്ന് നോക്കാം. റിമെമ്പർ മീ, ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ ഹൂസ് ഷൂസ് ആർ തിൻ. ഐ ആം ദ ഗേൾ with the rotted teeth. I am the girl with the wounded eye and the melted ear. ഈ കവിതയിൽ നിന്നും തീർച്ചയായും ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കവിതയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. ആലിസ് വാക്കർ എഴുതിയ റിമെമ്പർ മീ എന്ന കവിത സമൂഹത്തിൽ അനീതിയും വിവേചനവും അനുഭവിക്കുന്ന കറുത്തവർഗക്കാരികളായ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. കവിയത്രി സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ദുരിതങ്ങൾ അനുഭവിച്ച സ്ത്രീകളുടെ വേദനയും അവരുടെ പ്രതീക്ഷയും അവതരിപ്പിക്കുന്നു. കവിതയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ദരിദ്രയായ പെൺകുട്ടിയെ കവിയത്രി അവതരിപ്പിക്കുന്നു. അവൾക്ക് കറുത്ത നിറമാണ്. പഴകിത്തേഞ്ഞ ചെരുപ്പുകളാണ് അവൾ ധരിച്ചിരിക്കുന്നത്. കേടുവന്ന പല്ലുകളും മുറിവേറ്റ കണ്ണും കേൾവിക്കുറവുള്ള ചെവിയുമാണ് അവൾക്കുള്ളത്. ഇതിലൂടെ അവൾ അനുഭവിച്ച ദാരിദ്ര്യവും അവഗണനയും വേദനകളും വ്യക്തമാകുന്നു. അവൾ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ നോക്കുകയും അവരുടെ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നവളുമാണ്. അതിനാൽ തന്നെ അവളുടെ ജീവിതം കഷ്ടപ്പാടും വേദനയും നിറഞ്ഞതാണ്. പിന്നീട് കവിതയിൽ വലിയ മാറ്റം കാണുവാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് അവഗണിക്കപ്പെട്ട പെൺകുട്ടി ഇപ്പോൾ ആത്മവിശ്വാസമുള്ള സ്ത്രീയായി മാറി. അവളുടെ വൂണ്ടഡ് ഐ, മുറിവേറ്റ കണ്ണ് ഇപ്പോൾ സുഖപ്പെട്ടിരിക്കുന്നു. റോട്ടഡ് ടീത്ത്, കേടായ പല്ലുകൾ ശരിയാക്കിയിരിക്കുന്നു. അവളുടെ ചെവിയും ശരിയാക്കി കേൾവിശക്തി വന്നിരിക്കുന്നു. അതായത് അവൾ ദുരിതങ്ങളിൽ നിന്നും കരകയറി. ഇപ്പോൾ അവൾ സമൂഹത്തിന് ഹോപ്പും ജസ്റ്റിസും പ്രതീക്ഷയും നീതിയും നൽകാൻ തയ്യാറായിരിക്കുന്നു. കവിതയുടെ പ്രധാന സന്ദേശം എന്തെന്നാൽ സമൂഹത്തിൽ വിവേചനവും പീഡനവും അവഗണന അനുഭവിക്കുന്നവർക്ക് ഒരു ദിവസം ഉയർന്നു വരുവാനും ലോകത്തിന് പ്രതീക്ഷയും നീതിയും നൽകാൻ കഴിയും എന്നതാണ്. മനുഷ്യർ പരസ്പരം നീതിയോടും കരുണയോടും പെരുമാറണമെന്ന സന്ദേശവും കവിത നൽകുന്നു. ഇനി ഈ കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ദ പോയം റിമെമ്പർ മീ ഈസ് റിട്ടൺ ബൈ. ഈ റിമെമ്പർ മീ എന്ന കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻസ്: വില്യം ഷേക്സ്പിയർ, ആലിസ് വാക്കർ, സുധാമൂർത്തി. ആൻസർ: ആലിസ് വാക്കർ. ആൻസർ: ആലിസ് വാക്കർ. ദ പോയം റിമെമ്പർ മീ ഈസ് റിട്ടൺ ബൈ ആലിസ് വാക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 2. നെയിം ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയ്ഡ് ഇൻ ദ ലൈൻ ഐ ആം ദ ഗേൾ. ഐ ആം ദ ഗേൾ എന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സിമിലി, ഹൈപ്പർബോൾ, മെറ്റാഫർ. ആദ്യം ഓപ്ഷനിൽ തന്നിരിക്കുന്ന മൂന്നും എന്താണെന്ന് നോക്കാം. സിമിലി, ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സിമിലി. താരതമ്യം ചെയ്യാൻ ലൈക്ക്, അസ് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഹെർ ഫേസ് ഈസ് ലൈക്ക് ദ മൂൺ. അവളുടെ മുഖം ചന്ദ്രനെ പോലെയാണ്. അടുത്ത ഓപ്ഷൻ ഹൈപ്പർബോൾ നോക്കാം. ഒരു കാര്യത്തെ വലുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹൈപ്പർബോൾ. ഒരു ഉദാഹരണം നോക്കാം. ഐ ഹാവ് ടോൾഡ് യു 100 ടൈംസ്. ഞാൻ നിന്നോടൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ മെറ്റഫർ. ഒന്നിനെ മറ്റൊന്നിനോട് നേരിട്ട് താരതമ്യം ചെയ്യുന്നതാണ് മെറ്റഫർ. താരതമ്യമാണെങ്കിലും സിമിലിയിൽ ഉപയോഗിക്കുന്ന ലൈക്ക്, അസ് തുടങ്ങിയവ ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഐ ആം ദ ഗേൾ ഒരു മെറ്റഫർ ആണ്. കവിയത്രി ഞാനൊരു പെൺകുട്ടിയെ പോലെ എന്നല്ല പറയുന്നത്, ഞാനാണ് പെൺകുട്ടി എന്ന് നേരിട്ട് പറയുന്നു. മുഴുവൻ കറുത്തവർഗക്കാരായ പെൺകുട്ടികളുടെയും പ്രതിനിധിയായാണ് കവിയത്രി പെൺകുട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മെറ്റഫർ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മെറ്റഫർ.
Question number 3. Who is the speaker in the poem? Who is the speaker in the poem? ഈ കവിതയിലെ വക്താവ് അല്ലെങ്കിൽ പറയുന്നയാൾ ആരാണ്? ഓപ്ഷൻസ്: ബ്ലാക്ക് വുമൺ, വൈറ്റ് മെൻ, വൈറ്റ് വുമൺ. ആൻസർ: ബ്ലാക്ക് വുമൺ. ആൻസർ: ബ്ലാക്ക് വുമൺ. Question number 4. The word rotted is associated with. Rotted എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: ഐ, ഇയർ, ടീത്ത്. ആൻസർ: ടീത്ത്. ആൻസർ: ടീത്ത്. പല്ലിനോട് ബന്ധപ്പെട്ടതാണ് റോട്ടഡ് എന്ന വാക്ക്. അടുത്തത്, റീഡ് ദ ഫോളോവിംഗ് ലൈൻസ് ഓഫ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. തന്നിരിക്കുന്ന പാസേജ് വായിച്ച് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. പാസേജ് നോക്കാം. വൺ ഓഫ് ഹെർ നോവൽസ് കോൾഡ് കാശി യാത്ര വാസ് അപ്പിയറിംഗ് ആസ് എ സീരിയൽ ഇൻ ദ കന്നഡ വീക്ക്ലി കർമ്മവീര. ദെൻ ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് ലേഡി ആൻഡ് ഹെർ ardent desire to go to കാശി ഓർ വാരാണസി. ത്രിവേണി എന്ന പ്രസിദ്ധയായ കന്നഡ എഴുത്തുകാരിയുടെ കാശി യാത്ര എന്ന നോവൽ അന്നത്തെ കർമ്മവീര എന്ന കന്നഡ വാരികയിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഒരു വയോധികയുടെ കാശിയിലോ വാരാണസിയിലോ പോകാനുള്ള അവരുടെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ കഥയായിരുന്നു. മോസ്റ്റ് ഹിന്ദുസ് ബിലീവ് ദാറ്റ് ഗോയിങ് ടു കാശി ആൻഡ് വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര ഈസ് ദ അൾട്ടിമേറ്റ് പുണ്യ. ദിസ് ഓൾഡ് ലേഡി ഓൾസോ ബിലീവ്ഡ് ഇൻ ദിസ് ആൻഡ് ഹെർ സ്ട്രഗിൾ ടു ഗോ ദെയർ വാസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദാറ്റ് നോവൽ. കാശിയിൽ പോയി വിശ്വേശ്വരനെ അഥവാ പരമശിവനെ ആരാധിക്കുന്നത് ഏറ്റവും വലിയ പുണ്യമാണെന്നും ഭൂരിഭാഗം ഹിന്ദുക്കളും വിശ്വസിക്കുന്നു. ആ വയോധികയും അങ്ങനെ വിശ്വസിച്ചു. കാശിയിലേക്ക് പോകാൻ അവർ നടത്തിയ ശ്രമങ്ങളാണ് ആ നോവലിൽ വിവരിച്ചിരിക്കുന്നത്. ഇൻ ദ സ്റ്റോറി ദർ വാസ് ഓൾസോ എ യങ് ഓർഫൻ ഗേൾ ഹു ഫോൾസ് ഇൻ ലവ് ബട്ട് ദർ വാസ് നോ മണി ഫോർ ദ വെഡിങ്. ഇൻ ദ എൻഡ് ദ ഓൾഡ് ലേഡി ഗിവ്സ് അവേ ഓൾ ഹെർ സേവിങ്സ് വിത്തൗട്ട് ഗോയിങ് ടു കാശി. ആ കഥയിൽ പ്രണയത്തിലാകുന്ന ഒരു അനാഥ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. എന്നാൽ വിവാഹത്തിന് പണമുണ്ടായിരുന്നില്ല. അവസാനം ആ വയോധിക കാശിയിലേക്ക് പോകാതെ തന്റെ മുഴുവൻ സമ്പാദ്യവും അവൾക്കായി നൽകുന്നു. ഷീ സേസ് ദ ഹാപ്പിനെസ് ഓഫ് ദിസ് ഓർഫൻ ഗേൾ ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര അറ്റ് കാശി. അവർ പറയുന്നു, കാശിയിൽ പോയി വിശ്വേശ്വരനെ ആരാധിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആ അനാഥ പെൺകുട്ടിയുടെ സന്തോഷത്തിന് കാരണമാകുന്നത്. ഇനി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. അഞ്ചാമത്തെ ചോദ്യമാണ്, ദ പാസേജ് ഈസ് ടേക്കൻ ഫ്രം. ദ പാസേജ് ഈസ് ടേക്കൻ ഫ്രം. ഈ പാസേജ് എവിടെ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ഓപ്ഷൻസ്: ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്, മൈ എസെൻട്രിക് ഗസ്റ്റ്, മദേഴ്സ് ഡേ. ആൻസർ: ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന ലെസണിൽ നിന്നുമാണ് ഈ പാസേജ് എടുത്തിട്ടുള്ളത്. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. ആറാമത്തെ ചോദ്യം, the title of the novel referred in the passages. The title of the novel referred in the passages. പാസേജിൽ പരാമർശിച്ചിരിക്കുന്ന നോവൽ ഏതാണ്? പാസേജിൽ പരാമർശിച്ചിരിക്കുന്ന നോവൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: പുണ്യ, കാശി യാത്ര, കർമ്മവീര. ആൻസർ: കാശി യാത്ര. ആൻസർ: കാശി യാത്ര. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പുണ്യ ഇൻ ദ പാസേജ്? വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പുണ്യ ഇൻ ദ പാസേജ്? ഈ പാസേജിൽ പറയുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര ഈസ് ദ അൾട്ടിമേറ്റ് പുണ്യ. വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര ഈസ് ദ അൾട്ടിമേറ്റ് പുണ്യ. വിശ്വേശ്വരനെ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമായി പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അക്കോർഡിംഗ് ടു ദ ഓൾഡ് ലേഡി? വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അക്കോർഡിംഗ് ടു ദ ഓൾഡ് ലേഡി? ആ വയോധികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു? ആൻസർ: ദ ഹാപ്പിനെസ് ഓഫ് ദ ഓർഫൻ ഗേൾ ഈസ് മോർ ഇമ്പോർട്ടന്റ്. ദ ഹാപ്പിനെസ് ഓഫ് ദ ഓർഫൻ ഗേൾ ഈസ് മോർ ഇമ്പോർട്ടന്റ്. ആ അനാഥ പെൺകുട്ടിയുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. അടുത്തത്, അറ്റംപ്റ്റ് എനി 3 ഓഫ് ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 സ്കോർ. തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം. ഒൻപതാമത്തെ ചോദ്യം, write 2 slogans in favor of Sachin Tendulkar to express your admiration of his excellence. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മഹത്വത്തെ പറ്റിയുള്ള നിങ്ങളുടെ ആദരവ് പ്രകടിപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ അനുകൂലിച്ച് 2 മുദ്രാവാക്യങ്ങൾ എഴുതുക. 1 is done for you. ഒരെണ്ണം താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. When Sachin is batting, even God is watching. When Sachin is batting, even God is watching.
അടുത്തത് സച്ചിൻ ദ മാസ്റ്റർ ബ്ലാസ്റ്റർ ഓഫ് ക്രിക്കറ്റ്. സച്ചിൻ ദ മാസ്റ്റർ ബ്ലാസ്റ്റർ ഓഫ് ക്രിക്കറ്റ്. അടുത്തത് വൺ മാൻ വൺ ബാറ്റ് മില്യൺസ് ഓഫ് ഹാർട്സ്. വൺ മാൻ വൺ ബാറ്റ് മില്യൺസ് ഓഫ് ഹാർട്സ്. അടുത്തത് ലെജൻഡ് ഫോർ എവർ എ ഹീറോ ഫോർ മില്യൺസ്. എ ലെജൻഡ് ഫോർ എവർ എ ഹീറോ ഫോർ മില്യൺസ്. ഇതിൽ നിന്നും രണ്ടെണ്ണം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 10. Fill in the blanks using as soon as or so that. Fill in the blanks using as soon as or so that. As soon as, so that എന്നിവ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നത് പൂരിപ്പിക്കുക. as soon as എന്നാൽ ഉടൻ, എത്രയും പെട്ടെന്ന് എന്നൊക്കെ അർത്ഥം വരും. അതുകൊണ്ട് അതിനായി, അങ്ങനെ ചെയ്യാൻ വേണ്ടി എന്നർത്ഥം വരുന്നതിനൊക്കെ so that ഉപയോഗിക്കാം. പൂരിപ്പിക്കാൻ തന്നിരിക്കുന്നത് നോക്കാം. I am going to have a shower dash I get home. I am going to have a shower dash I get home. ഇവിടെ ഉത്തരം വരുന്നത് as soon as ആണ്. നോക്കാം. I am going to have a shower as soon as I get home. I am going to have a shower as soon as I get home. ഞാൻ വീട്ടിലെത്തിയ ഉടൻ കുളിക്കാൻ പോകും. അടുത്തത് നോക്കാം. We will send you an SMS dash you can arrive on time. We will send you an SMS dash you can arrive on time. ഇവിടെ ഉത്തരം so that ആണ്. നോക്കാം. We will send you an SMS so that you can arrive on time. We will send you an SMS so that you can arrive on time. നിങ്ങൾ സമയത്ത് എത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്കൊരു SMS അയക്കും. ക്വസ്റ്റ്യൻ നമ്പർ 11. What is an epitaph? What is an epitaph? Epitaph എന്നാൽ എന്ത്? An inscription on the gravestone in memory of the deceased is known as epitaph. An inscription on the gravestone in memory of the deceased is known as epitaph. മരിച്ച വ്യക്തിയുടെ സ്മരണാർത്ഥം കല്ലറയിൽ എഴുതുന്ന ശിലാലിഖിതത്തെയാണ് എപ്പിറ്റ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. What does the play Mother's Day talk about? What does the play Mother's Day talk about? Choose any two right options from the following. മദേഴ്സ് ഡേ എന്ന നാടകം എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ശരിയായ രണ്ടെണ്ണം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കാം. സെലിബ്രേഷൻ ഓഫ് മദേഴ്സ് ഡേ, കൊമമറേഷൻ ഓഫ് മദേഴ്സ്, ദ സ്റ്റാറ്റസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി, ദ ഡ്യൂട്ടീസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി. ആൻസർ: ദ സ്റ്റാറ്റസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി. ദ സ്റ്റാറ്റസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ അമ്മയുടെ സ്ഥാനം. ദ ഡ്യൂട്ടീസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി. ദ ഡ്യൂട്ടീസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ അമ്മയുടെ കടമകൾ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. ഈ സംഭാഷണത്തിലെ അലങ്കാരം കണ്ടെത്തുക. As he defeated dying on whose forbidden ear. As he defeated dying on whose forbidden ear. Options: transferred epithet, metaphor, simile. ഇവിടെ ആൻസർ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണ്. കാരണം ഇവിടെ ഫോർബിഡൻ എന്ന വിശേഷണം യഥാർത്ഥത്തിൽ ഇയറിനെ അല്ല, ആ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു നാമത്തിന്റെ വിശേഷണം മറ്റൊരു നാമത്തിലേക്ക് മാറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാലാണ് ഇത് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആകുന്നത്. അടുത്തത് നോക്കാം. വേർ ആർ ഫോറസ്റ്റ് ഹോട്ടസ് ഫയർ വൈഡസ് ഇംഗ്ലണ്ട് ടോളസ് എ സ്പയർ. വേർ ആർ ഫോറസ്റ്റ് ഹോട്ടസ് എ ഫയർ വൈഡസ് ഇംഗ്ലണ്ട് ടോളസ് എ സ്പയർ. ഇവിടെ ഹോട്ടസ് ഫയർ എന്ന വാക്കിന്റെ അലങ്കാരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: സിമിലി, മെറ്റാഫർ, ഹൈപ്പർബോൾ. ഇവിടെ ആൻസർ സിമിലി ആണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അസ്, ലൈക്ക് എന്നിവ ഉപയോഗിച്ച് താരതമ്യം ചെയ്താൽ അത് സിമിലി ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ഇന്റർവ്യൂ എ ഫേമസ് മലയാളം ഫിലിം ഡയറക്ടർ ബേസിൽ ജോസഫ്. വാട്ട് വുഡ് യു ആസ്ക് ഹിം? പ്രിപ്പയർ 4 ക്വസ്റ്റ്യൻസ് ഫോർ ഇന്റർവ്യൂയിങ് ഹിം. ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ഇന്റർവ്യൂ എ ഫേമസ് മലയാളം ഫിലിം ഡയറക്ടർ ബേസിൽ ജോസഫ്. വാട്ട് വുഡ് യു ആസ്ക് ഹിം? പ്രിപ്പയർ 4 ക്വസ്റ്റ്യൻസ് ഫോർ ഇന്റർവ്യൂയിങ് ഹിം. നിങ്ങൾ പ്രശസ്ത മലയാള സിനിമാ സംവിധായകനായ ബേസിൽ ജോസഫിനെ അഭിമുഖം ചെയ്യാൻ പോകുന്നു എന്ന് കരുതുക. അദ്ദേഹത്തെ അഭിമുഖം ചെയ്യുന്നതിനായി 4 ചോദ്യങ്ങൾ തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ ഫിലിം ഡയറക്ടർ?
വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ ഫിലിം ഡയറക്ടർ? ഒരു സിനിമ സംവിധായകനാകാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫിലിം ഡു യു ലൈക്ക് ദ മോസ്റ്റ് ആൻഡ് വൈ? വിച്ച് ഓഫ് ദ ഫിലിം ഡു യു ലൈക്ക് ദ മോസ്റ്റ് ആൻഡ് വൈ? താങ്കൾക്ക് ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് മെസ്സേജ് ഡു യു ട്രൈ ടു ഗീവ് ത്രൂ യുവർ ഫിലിം? വാട്ട് മെസ്സേജ് ഡു യു ട്രൈ ടു ഗീവ് ത്രൂ യുവർ ഫിലിം? താങ്കളുടെ സിനിമയിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ന്യൂ ഫിലിം മേക്കേഴ്സ്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ന്യൂ ഫിലിം മേക്കേഴ്സ്? പുതിയ സംവിധായകർക്ക് എന്ത് ഉപദേശമാണ് താങ്കൾക്ക് നൽകുവാനുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 15. Fill in the blanks with words given below to make sensible sentence. Fill in the blanks with words given below to make sensible sentence. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അർത്ഥമുള്ള വാക്യങ്ങൾ പൂർത്തിയാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അറ്റാക്ക്, ഫ്രജൈൽ, സിമ്പതി, ആർട്ടിഫിഷ്യൽ. ഇനി പൂർത്തിയാക്കുവാനുള്ള വാക്യങ്ങൾ നോക്കാം. I have no dash for people who misbehave with their pets. I have no dash for people who misbehave with their pets. ഇതിന്റെ ആൻസർ സിമ്പതി ആണ്. നോക്കാം. I have no sympathy for people who misbehave with their pets. സ്വന്തം വളർത്തുമൃഗങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകളോട് എനിക്ക് യാതൊരു സഹാനുഭൂതിയുമില്ല. അടുത്തത് നോക്കാം. These flowers are dash but look as though they were real. These flowers are dash but look as though they were real. ഇതിന്റെ ആൻസർ ആർട്ടിഫിഷ്യൽ ആണ്. ഇതിന്റെ ആൻസർ ആർട്ടിഫിഷ്യൽ. നോക്കാം. These flowers are artificial but look as though they were real. ഈ പൂക്കൾ കൃത്രിമമാണെങ്കിലും യഥാർത്ഥ പൂക്കളായി തോന്നുന്നു. അടുത്തത് He has had an dash of fever. He has had an dash of fever. ഇതിന്റെ ആൻസർ അറ്റാക്ക് ആണ്. ഇതിന്റെ ആൻസർ അറ്റാക്ക്. നോക്കാം. He has had an attack of fever. He has had an attack of fever. അറ്റാക്ക് ഓഫ് ഫീവർ എന്നത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അവന് പനി ബാധിച്ചു. അടുത്തത് നോക്കാം. Those toys are made of glass and are very dash. Those toys are made of glass and are very dash. ഇതിന്റെ ആൻസർ ഫ്രജൈൽ. ഇതിന്റെ ആൻസർ ഫ്രജൈൽ. നോക്കാം. Those toys are made of glass and are very fragile. ആ കളിപ്പാട്ടങ്ങൾ ഗ്ലാസിൽ നിർമ്മിച്ചതാണ്, അതിനാൽ വളരെ എളുപ്പത്തിൽ പൊട്ടുന്നതാണ്. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. ചാനലിൽ ഇതുപോലെ നിരവധി ക്ലാസ്സുകൾ ലഭ്യമാണ്. ആ ക്ലാസ്സുകളെല്ലാം കാണുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് വളരെയേറെ പ്രയോജനം ചെയ്യും. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.